ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ കേരൾ രാജിക ഘടൻ എന്ന ചെറിയ ഒരു ടോപ്പിക്കാണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് നോക്കാം, എന്താണ് കേരൾ രാജിക ഘടൻ. ഹിന്ദിയിൽ രാജ്യ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്റ്റേറ്റ് എന്നാണ് അർത്ഥാക്കുന്നത്, അല്ലാതെ രാജ്യം എന്നല്ല, സ്റ്റേറ്റ് ആണ് രാജ്യ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ കേരൾ രാജിക ഘടൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫോർമേഷൻ ഓഫ് കേരള സ്റ്റേറ്റ്. അപ്പോൾ നമ്മുടെ കേരള ഇന്ന് കാണുന്ന രീതിയിൽ എങ്ങനെ ഫോം ചെയ്തെത്തി എന്നതാണ് ഇവിടെ പറയാൻ പോകുന്നത്. केरल जिसे आज हम खूबसूरत नारियल के पेड़ों और समृद्ध संस्कृति वाले राज्य के रूप में जानते हैं, हमेशा से ऐसा नहीं था. അപ്പോൾ കേരളത്തെ ഇന്ന് നമ്മൾ വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഖൂബ്സൂരത്ത് എന്ന് പറഞ്ഞ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള നാരിയൽ കെ പേടും, അതായത് കോക്കനട്ട് ട്രീസ് ആണ് നാരിയൽ കെ പേടും, തെങ്ങുകളുള്ള ഒരു സമൃദ്ധ സംസ്കൃതി വാലെ, നല്ല റിച്ച് ആയിട്ടുള്ള കൾച്ചറുള്ള സ്റ്റേറ്റിൻ്റെ രൂപത്തിലാണ് ഇന്ന് നമ്മൾ അറിയുന്നത്. പക്ഷേ ഹമേഷാസെ ഏസാ നഹീത, നമ്മുടെ കേരളം എപ്പോഴും അങ്ങനെ ഒരു സ്റ്റേറ്റ് ആയിരുന്നില്ല. इसका वर्तमान स्वरूप कई पुराने राज्यों और क्षेत्रों को मिलाकर बना है. इसका വർത്തമാൻ സ്വരൂപം എന്ന് പറഞ്ഞാൽ ഇന്ന് കാണുന്ന രൂപം, ഇത് പ്രസന്റ് ആയിട്ടുള്ള ഈ ഒരു സ്വരൂപം കൈ പുരാനെ, ഒരുപാട് മുന്നേയുള്ള കൈ പുരാനെ രാജ്യവും, പുരാനെ രാജ്യവും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പറഞ്ഞു ഓൾഡ് സ്റ്റേറ്റ് ആണ് ഉദ്ദേശിക്കുന്നത്, സ്റ്റേറ്റ്സും അതുപോലെ തന്നെ ക്ഷേത്രവും ക്ഷേത്രം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓരോ ഏരിയാസ്, മേഖലകളൊക്കെ മിലാക്കർ സംയോജിപ്പിച്ചിട്ട് ഉണ്ടാക്കിയെടുത്തതാണ് ഇന്ന് കാണുന്ന കേരളത്തിൻ്റെ രൂപം. ഏക ലംബി और दिलचस्प कहानी है. ഇതൊരു ലോങ് ആൻഡ് ഇൻട്രസ്റ്റിംഗ് സ്റ്റോറിയാണ്. ആജ് കെ കേരൾ കോ മിലാക്കർ ബനാ ഹെ, ഇന്ന് കാണുന്ന കേരളത്തിനെ സംയോജിപ്പിച്ച് കമ്പൈൻ ചെയ്തിട്ട് ഉണ്ടാക്കിയെടുത്തതാണ്. ആജ് കെ കേരൾ മേ പഹലെ കൈ ചോട്ടി ചോട്ടി റിയാസത്തും, അതായത് പ്രിൻസ്ലി സ്റ്റേറ്റ്സ് എന്ന് കൊടുത്തിട്ടുണ്ട്, ഓർ ജില്ലേദേ. അപ്പോൾ ഇന്ന് കാണുന്ന നമ്മുടെ കേരളം മുന്നേ പണ്ട് കൈ ചോട്ടെ ചോട്ടെ ചെറിയ ചെറിയ റിയാസത്തി എന്ന് പറഞ്ഞ പ്രിൻസ്ലി സ്റ്റേറ്റ്സ്, നാട്ടുരാജ്യങ്ങളായിട്ടാണ് ഉണ്ടായിരുന്നത്. അതായത് ചെറിയ ഓരോ ഏരിയാസിന് ഓരോ രാജ്യം, ഒരു സ്റ്റേറ്റ് തന്നെ ആയിട്ട് കൊടുത്തിട്ട് അവിടെ ഭരണങ്ങൾ നടക്കുന്നുണ്ടായിരുന്നു. നമ്മൾ കേട്ടിട്ടുണ്ടായിരുന്നു തിരുവിതാംകൂർ മഹാരാജാവ്, കൊച്ചി മഹാരാജാവ്. അപ്പം അങ്ങനെയുള്ള ഓരോ ഏരിയാസും എന്തായി തിരിച്ചു, ചെറിയ ചെറിയ പ്രിൻസ്ലി സ്റ്റേറ്റ്സ് ആയിട്ട് ആയിരുന്നു ഭരണം നടന്നിട്ടുണ്ടായിരുന്നത്, നാട്ടുരാജ്യങ്ങളായിട്ടായിരുന്നു തിരിച്ച് ഭരണം നടന്നിട്ടുണ്ടായിരുന്നത്. ഇസ്മേസെ കുച്ച് പ്രമുഖതേ, അപ്പോൾ അത് ഏതൊക്കെയാണ് പ്രിൻസ്ലി സ്റ്റേറ്റ്സ്, റിയാസത്ത് എന്നാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ഫസ്റ്റ് വൺ ട്രാവൻകൂർ. ട്രാവൻകൂർ എന്ന് പറഞ്ഞാൽ ട്രാവൻകൂർ അതായത് തിരുവിതാംകൂർ. ये दक्षिणी केरल का एक बड़ा और शक्तिशाली राज्य था. ട്രാവൻകൂർ എന്ന് പറയുന്നത് സൗത്ത് കേരളയുടെയാണ് ഉദ്ദേശിക്കുന്നത്. ദക്ഷിണി കേരളം എന്ന് പറഞ്ഞാൽ സൗത്ത് സൈഡിലുള്ള തെക്കൻ കേരളത്തിലെ ഒരു വലിയ, അതുപോലെ തന്നെ പവർഫുൾ ആയിട്ടുള്ള ഒരു സ്റ്റേറ്റ് ആയിരുന്നു. അത്ര മാത്രമേ ആ പ്രിൻസ്ലി സ്റ്റേറ്റിനെ കുറിച്ച് പറഞ്ഞിട്ടുള്ളൂ. നിങ്ങൾക്ക് ഇപ്പോൾ ഇതിലെല്ലാത്തൊരു കാര്യം പറയാം. ഇന്നത്തെ ഒരു കറണ്ട് സിറ്റുവേഷനിൽ ഈ ട്രാവൻകൂർ ഭാഗം എന്ന് പറയുന്നത് തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട, ആലപ്പുഴ, അതുപോലെ തന്നെ ഇടുക്കിയുടെ ചെറിയ പാർട്സ് ഒക്കെ വരുന്ന രീതിയിലാണ് ട്രാവൻകൂർ ഉള്ളത്. അപ്പോൾ നെക്സ്റ്റ് എന്ന് പറയുന്നത് കൊച്ചിനാണ്. കൊച്ചിൻ നമുക്കറിയാം, കൊച്ചി. യഹ് മധ്യ കേരള കാ ഏക് ഓർ മഹത്വപൂർണ്ണ രാജ്യത. അപ്പോൾ ഇത് കൊച്ചി എന്ന് പറയുന്നത് മധ്യ കേരളത്തിൻ്റെ, അതായത് സെൻട്രൽ കേരളയുടെ ഒരു മഹത്വപൂർണ്ണമായിട്ടുള്ള സ്റ്റേറ്റ് ആണ്. അത് ഇന്ന് കാണുന്നത് തൃശ്ശൂർ, പാലക്കാട്, എറണാകുളം പോലെയുള്ള ജില്ലകളാണ് അതിൽ ഉൾപ്പെട്ടിട്ടുള്ളത്. പിന്നെ മലബാർ, ലാസ്റ്റ് വൺ ആണ് മലബാർ. यह उत्तरी केरल का हिस्सा था और सीधे ब्रिटिश शासन के अधीन था. അപ്പോൾ ഈ മലബാർ എന്ന് പറയുന്നത് നോർത്ത് കേരളയുടെ, വടക്കൻ കേരളത്തിൻ്റെ ഭാഗമായിരുന്നു. അത് ഈ മലബാർ ഏരിയ ഡയറക്റ്റ് ബ്രിട്ടീഷുകാരാണ് ഭരിച്ചിട്ടുണ്ടായിരുന്നത്. ബ്രിട്ടീഷ് ശാസനം എന്ന് പറഞ്ഞാൽ ബ്രിട്ടീഷ് റൂളിങ്ങിൻ്റെ അണ്ടറിൽ വരുന്നതായിരുന്നു മലബാർ ഏരിയ. ഇന്നത് കാസർഗോഡ്, കണ്ണൂർ, കോഴിക്കോട്, വയനാട്, മലപ്പുറം, പാലക്കാട് അങ്ങനെയുള്ള ഏരിയാസാണ് ഇന്ന് മലബാർ റീജിയനിൽ വരുന്നത്. ഇത്രയും കാര്യങ്ങൾ മാത്രമേ ഇതിൽ പറയുന്നുള്ളൂ. ലാസ്റ്റ് കൺക്ലൂഡ് ചെയ്ത് സംസാരിക്കുന്നത്, ये सभी क्षेत्र अपनी भाषाओं, रीति रिवाजों और शासकों के साथ अलग अलग थे. അപ്പോൾ ഈ എല്ലാ മേഖലകളും അപ്പനി ഭാഷാവും, അവരവരുടെ ഭാഷ വെച്ചിട്ടും, അതുപോലെ തന്നെ രീതി റിവാസോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കസ്റ്റംസ് ആൻഡ് ട്രഡീഷൻസ് വെച്ചിട്ടും, ഒരു ശാസകം എന്ന് പറഞ്ഞാൽ ഭരണം, റൂളിങ്, അത് വെച്ചിട്ടും, അതപ്പോൾ റൂൾ ചെയ്യുന്ന ആൾക്കാരെ വെച്ചിട്ടൊക്കെ അലഗായിരുന്നു, ഡിഫറെൻ്റ് ആയിരുന്നു. हालांकि इन सभी क्षेत्रों में एक बात समान थी,
ഈ എല്ലാ ഏരിയസിലും ഒരു കാര്യം സമാനമായിരുന്നു, സമാനതയുള്ളതായിരുന്നു. ആ കാര്യമാണ് ലോക മലയാളം ഭാഷ ബോൾത്തേതെ. ഇവിടെ എല്ലാം ഉള്ള സിമിലർ ആയിട്ടുള്ള ഒരു കാര്യം എന്ന് പറയുന്നത് അവിടെ എല്ലാ ഏരിയയിലുള്ള ആൾക്കാരും മലയാളമായിരുന്നു സംസാരിച്ചിട്ടുണ്ടായിരുന്നത്. ഡിഫറെൻറ്റ് സ്ലാങ് ഉണ്ടാവും, പക്ഷെ എന്താ, എല്ലാവരും സംസാരിച്ചിരുന്ന ഭാഷ എന്ന് പറയുന്നത് മലയാളമായിരുന്നു. ഇത്രയും കാര്യം മാത്രമാണ് ഇതിൽ പറയുന്നത്. വളരെ ചെറിയൊരു ടോപ്പിക്കാണ്, നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. താങ്ക് യു.